നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ്. പക്ഷെ ഇത് അരി കൊണ്ടോ റവ കൊണ്ടോ ഒന്നുമല്ല, നമ്മുടെ ഗോതമ്പ് മാവ് കൊണ്ടുള്ള ഒരു ദോശയാണ്. പക്ഷെ ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ദോശയാണ്. അപ്പോൾ ഈ ക്രിസ്പിനെസ് ഇതെങ്ങനെ കിട്ടണമെന്ന് ഒരു ടിപ്പുണ്ട്. അത് നമ്മളുടെ ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന്. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് 1.5 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തേക്കുന്നത്. നമുക്ക് റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന ആ ഗോതമ്പ് മാവാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് 1.5 കപ്പ്. പിന്നെ അതിലേക്ക് നമ്മൾക്ക് ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് റവയാണ്. അപ്പോൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നെയ്യിന് പകരം നമ്മൾക്ക് വെജിറ്റബിൾ ഓയിൽ ആയാലും ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഒരു 3 to 5 മിനിറ്റ്സ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നാൽ ഇത് ആ ബാറ്റർ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് അതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറെടുക്കാം. പൊട്ടറ്റോ മസാല തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത്, കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വറ്റൽമുളകും അതിലേക്ക് ഇട്ട് കൊടുത്ത്. അപ്പോൾ വറ്റൽമുളക് ഒന്ന് മൂത്ത് വന്നപ്പോൾ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സവാള നന്നായിട്ട് വാടി വരുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. സവാള നന്നായിട്ട് വാടണം. സവാള കടിക്കരുത്. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവണ വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇവിടെ മക്കൾക്ക് ഇഷ്ടമില്ലാത്ത ഞാനത് ഒഴിവാക്കിയത്. അതും കൂടെ ചേർക്കുന്നത് നല്ലതാണ്. ഇവിടെ ഞാൻ 2 പൊട്ടറ്റോ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് മല്ലിയില അരിഞ്ഞതും പിന്നെ കുറച്ച് പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നമ്മുടെ ദോശ ചുട്ടെടുക്കാം. ഇനി ഈ ദോശമാവിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ നെയ്യും തൈരും ഒക്കെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഈ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുമ്പോഴാണ് നമ്മളുടെ ഈ മാവ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത്. ഞാനിപ്പോൾ ഒരു ദോശച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ദോശ ചുട്ടെടുക്കാൻ വേണ്ടി. ആദ്യം നമ്മൾ പരത്തണ സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്.
എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തി കഴിഞ്ഞതിന് ശേഷമാണ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ നെയ്യ് തന്നെ വേണമെന്നില്ല, കാരണം നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണത് കൊണ്ട് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു ഗീയുടെ ടേസ്റ്റ് ഉണ്ടാക്കും. നല്ല ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു ഗീ റോസ്റ്റ് ഇല്ലേ, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്ക്. ഈ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് പിന്നെയും നിങ്ങളിത് ഉണ്ടാക്കുന്നത്, കാരണം അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ള ഒന്നാണത്. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഗീ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. അതേപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ട് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമുക്ക് പുതിയ വിഭവങ്ങളായിട്ട്, അതേപോലെ തന്നെ ഇതുപോലുള്ള എളുപ്പമുള്ള വിഭവങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.